ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റെക്കോർഡ് ഹൈൻ്റെ അടുത്തായിരുന്നു നിഫ്റ്റി എൻഡായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 122 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,885-ലും, സെൻസെക്സിൽ ഏകദേശം 363 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52,950-ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 125 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 34,710-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ സെക്ടറും പോസിറ്റീവിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ റിയാലിറ്റി, ഓട്ടോ, IT സെക്ടർ ഇവരതും ടോപ്പ് ഗെയിനേഴ്സായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മന്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റയൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടോ സെക്ടറൊക്കെ നല്ലൊരു പ്രധാനമായിട്ടും ഒരു ഫോക്കസ് പോയിന്റിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ദിവസവും ഒരു പോസിറ്റീവ് അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നിലനിർത്തി. ഇന്നും 37 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 13 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവിൽ പോയ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാൻ, ശ്രീ സിമൻസ്, ഭാരത് പെട്രോളിയം, അദാനി പോർട്സ്, ഐഷർ മോട്ടോഴ്സ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സായിട്ട് നിഫ്റ്റിയിൽ നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 1.5% വർധനവും, സ്മോൾ ക്യാപ്പിൽ 0.96%, ഏകദേശം 1%-ത്തിനടുത്തുള്ളൊരു വർധനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ന് SGX നിഫ്റ്റിയൊക്കെ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് മൂഡിലായിരുന്നു. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിച്ചു. തുടർന്ന് അതേപോലെ തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിനുണ്ടായി. വീണ്ടും പ്രീവിയസ് ഹൈൻ്റെ അടുത്ത് ഏകദേശം 15,900-ന് താഴെ മാർക്കറ്റ് വീണ്ടും എൻഡായിരിക്കുകയാണ്. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഏകദേശം 60 പോയിൻറ്റ്സിനുള്ളിലുള്ളൊരു റാലി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രേഡായിരുന്നു ഇന്ന് മുഴുവൻ മാർക്കറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 15,900 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്ത് മാർക്കറ്റ് വന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി അടുത്തൊരു പോസിബിലിറ്റി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് ഔട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലുള്ള ഒരു സാധ്യതകളാണ് മാർക്കറ്റിൽ കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് 15,834 ഇന്നത്തെ ലോ, അപ്പോൾ ആ ഒരു ലെവലിനെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഒരു അപ്പ് മൂവിനുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതല്ല 15,834-ലേക്ക് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു റേഞ്ചിനുള്ളിലേക്ക് 15,600, 15,900 എന്നുള്ളൊരു റേഞ്ചിനുള്ളിലേക്ക് മാർക്കറ്റ് വീണ്ടും കൺസോളിഡേഷനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ഇൻഡിസിസീവ് മൂവുകളായിരുന്നു കാണാനുണ്ടായിരുന്നത്. ചെറിയൊരു നേട്ടത്തോടു കൂടി ഉണ്ടാകാൻ സാധിച്ചിരുന്നുവെങ്കിലും ഒരു സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിസിസീവായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,000 റേഞ്ചുകൾ റെസിസ്റ്റൻസ് സോൺസ് ആയിട്ടും 34,500 റേഞ്ചുകൾ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ നമുക്കൊരു പോസിറ്റീവ് മൂഡിലൊരു സാധ്യതകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മോഡിൽ ട്രേഡ് ആവുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ SGX നിഫ്റ്റി പയ്യെ ഒരു നെഗറ്റീവ് ടെറിട്ടറി സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നാളെ ഒരു സൈഡ് വേ റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് ഒരു ചെറിയൊരു ഗെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. 74.34 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഓഗസ്റ്റ് മാസം തുറക്കമാണ്. തുടക്കത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1,539 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ക്യാഷ് മാർക്കറ്റിലുണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1,505 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല, രൂപയും ചെറിയ രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളിൽ SGX നിഫ്റ്റി ഇതുവരെ നമുക്ക് പയ്യൊരു നെഗറ്റീവ് ബൗണ്ടറിയിലേക്ക് വരുന്നതായിട്ട്, വീണ്ടും ഒരു റിവേഴ്സിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അംബുജ സിമൻസ്, ബയോകോൺ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ബുള്ളിഷ് മൂവുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ DLFൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പോളിക്യാബിൻ്റെ സ്റ്റോക്കിൽ ഇന്ന് ചെറിയൊരു ഗെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും വീണ്ടും ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് എൻഡായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു എൻട്രികളൊക്കെ ഇനിയൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞ ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഗ്രാസിമിൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു ഗെയിൻ ഇന്ന് കാണാനുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് എൻഡാവാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യുക. ഇനിയൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു പോസിബിലിറ്റി ഗ്രാസിമിൽ പ്രതീക്ഷിക്കാം.
ക്യുമിൻസ് ഇന്ത്യയിലും ഇന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് കാണാനുണ്ടായിരുന്നു. ഒരു ഗെയിൻസ് കൊടുത്തതിന് ശേഷം ഹയർ ലെവലിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് എൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എൻട്രികൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് 3 ദിവസങ്ങളായിട്ട് നല്ലൊരു ബൈയിങ് പ്രഷറിലാണ് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. ഇനിയുള്ള എൻട്രികളൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നതിന് ശേഷം മാത്രം എടുക്കുക. അത്യാവശ്യം നല്ല വോളിയം കാണുന്നുണ്ട്. എന്നിരുന്നാലും ആർ എസ് ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലായതുകൊണ്ട് ഒരു കറക്ഷനൊരു സാധ്യതകളും പ്രതീക്ഷിക്കേണ്ടതായിട്ട് നിലനിൽക്കുന്നു. ഇനി അപ്പോളോ ടയേഴ്സിൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു ബുള്ളിഷ് റിവേഴ്സലിനൊരു സാധ്യതകൾ പറഞ്ഞിരുന്നു. തുടർന്ന് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് ഇന്ന് എൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ബ്രേക്കൗട്ടുകളിൽ എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇനി ട്രെൻഡിൻ്റെ അടുത്തായിട്ട് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിൻ്റെ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ ഏകദേശം 968 മുകളിലേക്കൊക്കെ 69 മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് ട്രെൻഡിൽ നിലനിൽക്കുന്നു. വോളിയത്തിലും നല്ലൊരു വർധനവുകൾ കണ്ടുവരുന്നുണ്ട്. ഇനി വാബാഗിൻ്റെ സ്റ്റോക്കിലും അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഹൈൻ്റെ അടുത്ത് ആണ് സ്റ്റോക്ക് എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 396-97 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എൻട്രികൾ വാബാഗിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ പവറിൻ്റെ സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. കാരണം ആ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് കഴിഞ്ഞ ബൈയിങ് പ്രഷർ 3 ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. വോളിയത്തിലൊരു വർധനവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ബ്രേക്കൗട്ടുകൾ നടന്നാണ് ഈ ഒരു സ്റ്റോക്ക് എൻഡ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ടാറ്റ പവറിൻ്റെ സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഓർഡർ വിന്നുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടേൽ എഞ്ചിനീയറിംഗ് അവർക്ക് ഏകദേശം 976 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ടൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷിംലയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ളൊരു ഓർഡറുകളാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി രാമകൃഷ്ണ ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരും ഏകദേശം 51 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഒരു ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി ABB ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ OD ഇന്ത്യ ആയിട്ടൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. OD ഇന്ത്യയുടെ പുതിയ ഇലക്ട്രിക് മോഡൽ അതായത് OD e-tron അതുപോലെ തന്നെ e-tron സ്പോട്ട് ബാക്ക് അപ്പോൾ ഈ 2 മോഡലുകൾക്കുള്ളൊരു ചാർജിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ളൊരു പാർട്ട്ണർഷിപ്പിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ഇനി വണ്ടർല ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓഗസ്റ്റ് 12-ാം തീയതി ബാംഗ്ലൂരിലുള്ള അവരുടെ പാർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ സബ്വേ ഇങ്കിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി അത് വാങ്ങാനുള്ളൊരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് റിലയൻസിൻ്റെ സ്റ്റോക്കുകളിലും ഒരു പോസിറ്റീവ് മൂവുകൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിഫ്റ്റിൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്തതിൽ ഒരു പ്രധാന ഫാക്ടർ ഇവർ റിലയൻസും കൂടിയായിരുന്നു. ഇനി അടുത്തായിട്ട് ജൂലൈ മന്തിലെ ഓട്ടോ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സെയിൽസിൽ ഏകദേശം 44% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3,69,116 യൂണിറ്റാണ് ഇവർക്ക് ഈ ഒരു ജൂലൈ മന്തിൽ സെയിൽ ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ ജൂലൈയിൽ അത് 2,55,832 യൂണിറ്റ്സ് ആയിരുന്നു. ഇനി മാരുതി സുസുക്കിയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സെയിൽസിൽ അവർക്കും വർധനവുണ്ടായിരിക്കുന്നു. 1,62,462 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂലൈ മന്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അശോക് ലേലാൻഡിലേക്ക് വരുമ്പോൾ ഏകദേശം 81% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ അവർക്കുണ്ടായിരിക്കുന്നത്. ടോട്ടൽ സെയിൽസ് 8,650 യൂണിറ്റ്സ് ആണെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. മഹീന്ദ്രയിലേക്ക് വരുമ്പോൾ 91% വർധനവ് അവർക്ക് ടോട്ടൽ സെയിൽസിലുണ്ടായിരിക്കുന്നു. 42,983 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ടോട്ടൽ സെയിൽസിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി SML ഇസുസുവിലേക്ക് വരുമ്പോൾ അവരുടെ സെയിൽസിലും ഒരു വർധനവാണ് ഇയർ ഓൺ ഇയറിലുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ 307 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തതെങ്കിൽ 551 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂലൈയിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതുൽ ഓട്ടോയിലേക്ക് വരുമ്പോൾ അവർക്കും ഇയർ ഓൺ ഇയറിൽ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു സെയിൽസിൽ. കഴിഞ്ഞ ജൂലൈയിൽ 1,241 യൂണിറ്റ്സിൻ്റെ സെയിൽസ് നിന്നെടുത്ത് 1,305 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഐഷർ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവർക്കും ഒരു വർധനവുണ്ടായിരിക്കുന്നു. 40,334 യൂണിറ്റ്സിൻ്റെ സെയിൽസ് കഴിഞ്ഞ ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ 44,038 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ വോൾവോ ഐഷർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അവരുടെ ഒരു സബ്സിഡറിയാണ്. അവരുടെ വിഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 95% വർധനമാണ് സെയിൽസിലുണ്ടായിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. ഇനി എസ്കോട്ട്സിലേക്ക് വരുമ്പോൾ അവർക്ക് ജൂലൈ മന്തിലെ ഹയസ്റ്റ് എവർ സെയിൽസാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 23% വർധനവും ഇയർ ഓൺ ഇയറിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 6,564 ട്രാക്ടേഴ്സിൻ്റെ സെയിൽസാണ് അവർ ഈ ഒരു ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ഇനി TVS മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ 2,78,855 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂലൈയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ അവർക്ക് 2,52,744 യൂണിറ്റ്സിൻ്റെ സെയിൽസായിരുന്നു നിലനിന്നത്. ഏകദേശം 10% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവർക്കും ഒരു ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ 27,711 യൂണിറ്റ്സ് നിലനിന്നെടുത്ത് 54,119 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോ കമ്പനികളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് സെയിൽസ് റിപ്പോർട്ട് ചെയ്തത് ഇന്ന് ഓട്ടോ സെക്ടറിനൊക്കെ ഒരു പോസിറ്റീവ് മോഡായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് Q1 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ HDFCൻ്റെ Q1ലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 1.7% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. 3,000 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് ജൂൺ ക്വാർട്ടറിൽ 3,051 കോടിയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു നിലനിന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഏകദേശം 22% വർധനവും ഉണ്ടായിരിക്കുന്നു. 4,146 കോടി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി വരുൺ ബീവറേജസിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവിടെയും അവർക്ക് നല്ലൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 308 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 140 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 49% വർധനവ് ഉണ്ടായിരിക്കുന്നു. 2,483 കോടി ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇമാമിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇയർ ഓൺ ഇയറിൽ ഏകദേശം 96% ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 78 കോടിക്ക് അടുത്ത് നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 39 കോടിയായിരുന്നു നിലനിന്നത്. റവന്യൂവിലും ഏകദേശം 37% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 661 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കല്യാണി സ്റ്റീൽസിലേക്ക് വരുമ്പോൾ 69 കോടി ഏകദേശം 70 കോടിക്കടുത്ത് നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 8.7 കോടിയായിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്ക് ഇയർ ഓൺ ഇയറിൽ നല്ലൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 389 കോടി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ലീഡിംഗ് ഡെപ്പോസിറ്ററി പ്ലാറ്റ്ഫോം CSDLൻ്റെ Q1ലേക്ക് വരുമ്പോൾ 37% ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ അവർ പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 63.9 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 46 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 51% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 129 കോടി ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ നെറ്റ് ടോട്ടൽ ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റന്നാൾ 4-ാം തീയതി 4 IPOകൾ ഓപ്പൺ ആവാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു IPOകളൊക്കെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഈ ഒരു ന്യൂസുകളൊക്കെ തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ ന്യൂസുകളും അതുപോലെ തന്നെ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.